ഇന്ന് ഓഗസ്റ്റ് 11-ാം തീയതി രണ്ട് പ്രധാനപ്പെട്ട ഓൺലൈനിൽ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ വരുന്നത്. സെപ്റ്റംബർ 9-ന് ഏഷ്യ കപ്പ് തുടങ്ങുകയാണ് UAE-ൽ. അബുദാബിയിലും ദുബായിലും ഷാർജയിലും നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ അടക്കമുള്ള ടീമുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ക്രിക്കറ്റ് മാമാങ്കമാണ്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നേരിൽ കാണാനുള്ള ടിക്കറ്റ് എവിടെ കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ഓൺലൈനിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സൈറ്റുകൾ കാണാൻ പറ്റും. ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ഇതുവരെയും ഓൺലൈനിൽ ടിക്കറ്റുകൾ ലഭ്യമായി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പോപ്പുലർ ആയിട്ടുള്ള പ്ലാറ്റിനം ലിസ്റ്റ് പോലെയുള്ള സൈറ്റുകളിലാണ് ടിക്കറ്റ് ലഭിക്കുക. മറിച്ച് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഇൻസ്റ്റഗ്രാമിലോ മറ്റ് വെബ്സൈറ്റുകളിലോ പോയിട്ട് ആരെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക, ഇത് ഒറിജിനൽ ടിക്കറ്റ് ആയിരിക്കില്ല, ഫേക്ക് ആയിരിക്കാം. അതിനെക്കുറിച്ച് പത്രങ്ങളിലും ഓൾറെഡി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആരും തന്നെ ഇങ്ങനെ ടിക്കറ്റ് എടുക്കരുത്. ഇതുവരെ ഓഗസ്റ്റ് 11 വരെ ടിക്കറ്റ് റിലീസായിട്ടില്ല എന്ന് ഓർക്കുക. റിലീസാകുന്ന സമയം അത് നിങ്ങൾ ഒന്നുകിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ പോയിട്ട് തന്നെ നോക്കിയിട്ട് ചെയ്യുക. പ്ലാറ്റിനം ലിസ്റ്റാണ് മിക്കവാറും ഒഫീഷ്യലി അവരുടെ ടിക്കറ്റ് വെക്കുന്നത്. അതല്ലെങ്കിൽ എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡിൻ്റെയോ ഏഷ്യ ക്രിക്കറ്റ് കൗൺസിലിൻ്റെയൊക്കെ വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ലഭ്യമാകും. അതല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ ലഭ്യമാകും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 ദിവസങ്ങളായിട്ട് ഇപ്പോൾ വാട്സപ്പിലും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ചാറ്റിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ കമ്പനിയാണോ, ഈ ഓഫീസ് നിങ്ങളുടേതാണോ, ഈ പറഞ്ഞ രീതിയിലുള്ള ഇൻ്റർവ്യൂ അവിടെ നടക്കുന്നുണ്ടോ, ഞായറാഴ്ചകളിലാണ് ഇൻ്റർവ്യൂ വിളിച്ചതൊക്കെ പറഞ്ഞ ആൾക്കാർ നമ്മളെ അന്വേഷിച്ചിരുന്നു. പറയുകയാണ്, alwafa.group.online എന്ന് പറയുന്ന ഈ സൈറ്റിൽ നിന്ന് വരുന്ന ഇമെയിലൊന്നും നമ്മുടേതല്ല, അത് നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഉണർത്തുകയാണ്. ഒരുപാട് ആൾക്കാർക്ക് അവർ ഈ മെയിലിൽ അയച്ചിട്ട് അവർ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ അൽവഫ ഗ്രൂപ്പ് IT കമ്പനിയായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരാൾ എന്നോട് പറഞ്ഞത് അവിടെ പോയിട്ട് 250 ദിർഹംസ് മെഡിക്കലിന് കൊടുക്കണമെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, മെഡിക്കൽ എന്നുള്ള സംഭവം വിസ അടിക്കാൻ കൊടുത്തതിന് ശേഷവും നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി, അതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. ആദ്യം ഓഫറുകളും അതുപോലെ തന്നെ ജോലിയും ഓഫീസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാവൂ. പിന്നെ കാശ് കൊടുത്തുകൊണ്ട് ആരും റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയിൽ പോകരുത്. കാരണം കാൻഡിഡേറ്റ്സിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുള്ള ഒരു പരിപാടികൾ UAE-ൽ സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിൽ നടക്കാറില്ല. അവർക്ക് റിക്രൂട്ട്മെൻറ്റ് ഏജൻസിന് കാശ് കൊടുക്കുന്നത് എംപ്ലോയേഴ്സാണ്. ഇതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഓഫർ ലെറ്റർ ഇട്ടിട്ട് നമ്മളുമായി ബന്ധപ്പെട്ടതല്ല, നമ്മൾക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് ഉണർത്തുന്നു. മറ്റൊന്ന്, ഇങ്ങനെയുള്ള ഫ്രോഡ് കാര്യങ്ങളിൽ പോയി ചെന്ന് ചാടി കാശ് കൊടുത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്ത് ബുദ്ധിമുട്ടാതിരിക്കുക. അത് പിന്നീട് നിങ്ങൾക്ക് തലവേദനയാവും. ജോലി എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്നാ ടൈം ആയേക്കുക. കുറച്ച് ക്ഷമിച്ച് കുറേ കൂടി കാര്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രമം നടത്തി നോക്കിയാൽ നിങ്ങളുടെ ജോലി എന്തായാലും എവിടെയെങ്കിലുമൊക്കെ സുരക്ഷിതമായിരിക്കും എന്ന് ഉറപ്പെടുത്തുന്നു. മുനീർ അൽവഫ വിത്ത് ലവ്.